റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിക്കപ്പെടുമ്പോ ഇതാരാണെന്ന് ചോദിക്കുമ്പോ എനിക്കും നിനക്കും പറയണ്ടേ മോനെ അനീസി ഇൻദ വഹദതി വഹബീബു ഖൽബി, ഞാൻ ലോകത്തുള്ള എല്ലാവരെക്കാളും സ്നേഹിച്ച എന്റെ നേതാവാണ്. എന്റെ ഭാര്യ പിണങ്ങിയാൽ എനിക്ക് വിഷമമില്ല, എന്റെ മക്കൾ പിണങ്ങിയാൽ അത്ര പ്രയാസമില്ല. പക്ഷേ എന്റെ നേതാവെന്നോട് പിണങ്ങുന്ന അവസ്ഥ വന്നു പോയാൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്റെ ജീവിതം മുഴുവനും ബലി കഴിച്ചു കൊടുത്തത് ഈ നേതാവിന് വേണ്ടിയാണ്. എന്റെ ഉറക്കൊഴിച്ചത് മുഴുവനും എന്റെ നേതാവിന് വേണ്ടിയാണ്. എന്റെ യാത്ര ചെയ്തത് മുഴുവനും ഈ നേതാവിന് വേണ്ടിയാണ്. എന്റെ ശബ്ദം മുഴുവനും ഈ നേതാവിനാണ്. എന്റെ രചനകൾ മുഴുവനും ഈ നേതാവിനാണ്. എന്റെ ജീവിതം മുഴുവനും ഈ നേതാവിനാണ്. അങ്ങനെ മഹബത്ത് വെച്ചിട്ട് എല്ലാം സമർപ്പിക്കപ്പെട്ട നേതാവെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ? അതുകൊണ്ട് ഈമാനുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിൽ വിശ്വാസമുള്ള മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ ജലാലത്ത് ഖൽബിൽ വന്നങ്ങ് മുട്ടണം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ മഹബത്ത് ഖൽബിൽ വന്നങ്ങ് മലയണിയിക്കണം. ആ ഹബീബിന്റെ പേരിൽ ലയിച്ചു ചേർന്നിട്ട് അടിമുടിയങ്ങ് ഹബീബിലേക്കൊന്ന് സമർപ്പിക്കണം. ഈ സെക്കൻഡിൽ മരിച്ചാലും പരാതിയില്ല. എനിക്കെന്റെ ഹബീബിനെ കണ്ടു മരിക്കണം. ഹബീബ് എന്നെ ഒന്ന് ഏറ്റെടുക്കണം. ഇതല്ലാതെ വേറെ ആശയുണ്ടോ? അങ്ങനെ എന്റെ ഹബീബ് എന്നെ ഏറ്റെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ ചെല്ലില്ലെന്ന് വേജാറുണ്ടോ? നരകത്തിൽ പോകുമെന്ന പേടിയുണ്ടോ? അള്ളാന്റെ ഹബീബിൽ അങ്ങ് ലയിച്ചു ചേരുകയല്ലാതെ എനിക്ക് മോചനത്തിന് വേറെ വഴിയില്ല കേട്ടോ. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. സർവാദരണീയരായ
പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ പവിത്രമായ ഖുർആനിന്റെ പഠന പരമ്പരയുടെ വാർഷിക വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം നമ്മുടെ ഈ വേദിയും പ്രവർത്തനങ്ങളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആനിന്റെ ആശയ ആദർശങ്ങൾ പഠിക്കുന്നതിനും ഖുർആൻ ഉയർത്തിക്കാണിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നതിനുമാണ് നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്കൂൾ ഓഫ് ഖുർആൻ ശാഖകളും ഖുർആൻ പഠനവേദികളും ഇന്ന് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ഖുർആൻ പഠന ക്ലാസുകളായി പ്രത്യേകം സംവിധാനിക്കാതിരുന്നത് അവർക്ക് ഖുർആനികമായ വിവരം കുറഞ്ഞതുകൊണ്ട് ആയിരുന്നില്ല. നാം ഇന്ന് ഖുർആൻ ക്ലാസുകൾ കൂടുതലായി നടത്തുന്നത് മുൻഗാമികളെക്കാൾ കൂടുതൽ ഖുർആനിക ബോധം നമുക്ക് ഉണ്ടായതുകൊണ്ടും അല്ല. പ്രായമുള്ള നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരുമൊക്കെ ഇത്തരം ക്ലാസുകൾ വ്യാപിച്ചു വരുമ്പോൾ ഖുർആൻ ക്ലാസുകളെ കുറിച്ചുള്ള ചില ആശങ്കകളും ആശകളും പങ്കുവച്ചേക്കാം. പരിശുദ്ധമായ ഖുർആനിന്റെ ആശയം തന്നെയാണ് ഖുർആൻ ക്ലാസുകൾ എന്ന പേര് നൽകിയില്ലെങ്കിലും നമ്മുടെ ഓത്തുപള്ളികളിലും മദ്രസകളിലും മുൻകാലത്ത് നിലനിന്നിരുന്ന വഅലുകളിലും ആത്മീയ ഉപദേശങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യുകയും മുൻഗാമികൾ പറഞ്ഞതല്ലാത്ത ആശയങ്ങൾ ചിലയിടത്തൊക്കെ പറയുകയും ചെയ്തത് കണ്ടപ്പോഴാണ് ശരിയായ ഖുർആൻ വ്യാഖ്യാനം നൽകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസുകൾ സംവിധാനിക്കുവാൻ നമ്മുടെ പണ്ഡിതന്മാരും സംഘടനാവേദികളും ഒരുങ്ങിയത്. പണ്ട് നാം മദ്രസയിൽ ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5 എന്ന് പാടിയും പറഞ്ഞും പഠിച്ചത് ഖുർആനിലില്ലാത്ത ഒരാശയം അല്ല. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തിന്റെ അക്കമിട്ട വിശദീകരണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വന്ന്
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോൾ ആ സംഭാഷണം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ആഖ്യാനമാണ് നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിലെ ഈമാനും ഇസ്ലാമും പറയുന്ന രീതി. പണ്ടുകാലത്തുള്ള ഖുർആൻ ക്ലാസുകൾ പരിശുദ്ധമായ അറബി ഭാഷയെ ആധികാരികമായി പഠിക്കുകയും അറബിയിലുള്ള ഖുർആനിന്റെ പ്രയോഗങ്ങളെ ശരിയാം വണ്ണം മനസ്സിലാക്കാനുള്ള അടിസ്ഥാന വിജ്ഞാനം ദർസിലെ 4-5 വർഷക്കാലത്തെ പഠനത്തിലൂടെ നേടിയെടുത്തവർക്ക് ആധികാരികമായ രീതിയിൽ പറഞ്ഞുകൊടുക്കുന്ന ദർസുകളിൽ നിലനിന്ന ഖുർആൻ ക്ലാസുകളാണ് മുൻകാല പണ്ഡിതന്മാർ ഇവിടെ വ്യാപിപ്പിച്ചിരുന്നത്. കഴിഞ്ഞുപോയ മഹാന്മാരായ ആലിമീങ്ങളെല്ലാം ഖുർആൻ പഠിപ്പിച്ചവരും ഖുർആൻ അറിഞ്ഞവരുമാണ്. സാധാരണക്കാരുടെ ഇടയിൽ ഇന്നത്തേതുപോലെ വ്യാപകമായ ഖുർആൻ ആഖ്യാനങ്ങൾ അന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നടക്കുന്ന ഖുർആൻ ക്ലാസുകളിൽ ഓരോ ആയത്തിന്റെയും പശ്ചാത്തലത്തിലെ ഏകദേശമായ ഒരാശയം പറയാനേ സാധിക്കുകയുള്ളൂ. ആ ആയത്തിന് ശരിയാവണ്ണം മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ പഠിച്ചിരിക്കണം. റിയാഉദ്ദീൻ സർദാർ ദ റീഡിംഗ് ഓഫ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്നൊരു അധ്യായം ആ പുസ്തകത്തിൽ നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാം. പരിശുദ്ധമായ ഖുർആനിനെ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, വിവർത്തനം ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ അവതരിപ്പിക്കാൻ മറ്റു ഭാഷകൾക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ പരിഭാഷകളും ഒരുപാട് പരിമിതികൾ ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നു. മലയാളത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ ഖുർആൻ പരിഭാഷകളും പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നതിൽ പലവിധ ന്യൂനതകളും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രാമാണികമായി പറയാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഖുർആൻ പരിഭാഷകളിലേക്ക് അവലംബിക്കുകയല്ല നാം ചെയ്യുന്നത്. കേവലമായ ഖുർആൻ പരിഭാഷകളിലൂടെ ഒരു മുസ്ലിമിന് അവന്റെ ജീവിതക്രമത്തെയും അവന്റെ വിശ്വാസകാര്യങ്ങളെയും ചിട്ടയൊത്ത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ജസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ഖുർആൻ, ജസ്റ്റ് വേർബൽ മീനിങ് ഓഫ് ഖുർആൻ, ഖുർആനിന്റെ കേവലമായ വാചിക പരിഭാഷകൾ അങ്ങനെ പൂർണ്ണമായ ഖുർആനിന്റെ സന്ദേശം കൈമാറിത്തരാൻ പറ്റിയതല്ല എന്ന് മാത്രമല്ല, മലയാളത്തിലുള്ള നിരവധി ഖുർആൻ പരിഭാഷകളിൽ അബദ്ധങ്ങൾ നിരവധിയായി കാണാനും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഫ്രീ ആയി ലഭിക്കുന്ന ഖുർആൻ പരിഭാഷ വായിച്ചാൽ ഖുർആൻ പഠിച്ചു എന്ന് സമാധാനിക്കാൻ പറ്റില്ല. യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ ഖുർആൻ പഠിച്ചു എന്ന് സമാധാനിക്കാൻ പറ്റില്ല. അഹ്സനുൽ ബയാൻ എന്ന ഖുർആൻ പരിഭാഷ വായിച്ചാൽ, ഉറുദു ട്രാൻസ്ലേഷൻ വായിച്ചാൽ ഖുർആൻ പഠിച്ചു എന്ന് സമാധാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഉസ്താദുമാരുടെയും പണ്ഡിതന്മാരുടെയും വിശദീകരണത്തോടെ മുൻകാല ഇമാമുകൾ പറഞ്ഞ വ്യാഖ്യാന പശ്ചാത്തലങ്ങൾ വെച്ചുകൊണ്ട് ആയത്തുകളെ മനസ്സിലാക്കാനുള്ള, ഖുർആനിനെ അറിയാനുള്ള അസുലഭമായ അവസരമാണ്
സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ സംഘടിപ്പിക്കുന്ന ഖുർആൻ ക്ലാസുകൾ. ഒരുപാട് വിഷയങ്ങൾ ഇവ്വിഷയികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തണമെന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് കടക്കുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒന്നാമത്തെ സൂക്തത്തിന്റെ ട്രാൻസ്ലേഷൻ പോലും പരിപൂർണാർത്ഥത്തിൽ നിർവഹിക്കാൻ പരിഭാഷകൾക്ക് കഴിഞ്ഞിട്ടില്ല. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് സമ്പൂർണമല്ലാത്ത ഒരു സെന്റൻസാണ് ബിസ്മിക്ക് അർത്ഥമായി എല്ലാ പരിഭാഷകരും നൽകുന്നത്. അവിടെ പൂർണ്ണമാകുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒരു കംപ്ലീറ്റ് സെൻസ്, സമ്പൂർണമായ ഒരാശയത്തെ നമുക്ക് നൽകുന്നു. പക്ഷേ പരിഭാഷകൾക്ക് ആ സമ്പൂർണമായ ആശയം നൽകാൻ കഴിയുന്നില്ല. In the name of Allah, most merciful and gracious എന്ന് പറയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഒരു കംപ്ലീറ്റ് സെന്റൻസ്, ഒരു സമ്പൂർണമായ വാചകം നൽകാൻ പറ്റുന്നില്ല. ഖുദാ കാ നാം സേ ഓ ബഹത് മെഹർബാനി ഹേ ഓ റഹിം വാലാ ഹേ എന്ന ഉറുദു പരിഭാഷയ്ക്കും ആ കംപ്ലീറ്റ് ആശയം നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ കേവലമായ ഒരു ഭാഷാ പഠനത്തിലൂടെ വിശദീകരിക്കാവുന്നതല്ല. അതുകൊണ്ടാണ് അറബികളായ ജനങ്ങളുടെ നടുവിലേക്ക് അറബിയിലുള്ള ഖുർആൻ മാത്രം നൽകാതെ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഈ ഖുർആൻ അവതരിപ്പിക്കാനും വിശദീകരിക്കാനും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടി അയച്ചു തന്നത്. ആ ഖുർആൻ തന്നെ ഒറ്റ പുസ്തകമായി നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യാതെ പ്രായോഗികമായി ജീവിതത്തിന്റെ 23 വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ പ്രകാശനത്തിന്റെയും പ്രഭാവത്തിന്റെയും ജീവിതത്തിൽ അവസരോചിതമായി വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു നൽകിയതാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനോട് വിശ്വാസികളായ നമുക്കുള്ള ബാധ്യത, അതിലെ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തുള്ള മറ്റേതെങ്കിലും രചനകളെപ്പോലെയോ ഗ്രന്ഥങ്ങളെപ്പോലെയോ അല്ല. അള്ളാഹുവിൽ നിന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ചിട്ടുള്ള ഇലാഹിയായ അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ വിശുദ്ധ വേദമാണ്, കിതാബാണ് ഖുർആൻ എന്ന് പറയുന്നത്. അമാനുഷികമായ സ്വഭാവമുള്ള വേദം, മാനുഷികമായ ഭാവങ്ങളിൽ പരിമിതപ്പെടുന്ന പുസ്തകം അല്ല. ഈ പരിശുദ്ധമായ ഖുർആനോട് വിശ്വാസികളായ നമുക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന ലളിതമായ ഒരാഖ്യാനം മാത്രം ഇവിടെ ഉദ്ദേശിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല പറയുന്നു, വിശ്വാസികളായ ആളുകൾ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി. പരിശുദ്ധമായ ഖുർആനിനോട് നമുക്കുള്ള ഒന്നാമത്തെ ബാധ്യത അൽ ഈമാനു ബിഹി, ആ ഖുർആനിൽ വിശ്വസിക്കുക എന്നതാണ്. ഖുർആനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ കേവലമായ രചനയല്ല, അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന വിശ്വാസം. ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. എല്ലാവരോടും അല്ലാഹുവിൽ നിന്നുള്ള വേദമാണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും ക്രൈസ്തവരും ബൗദ്ധരും ജൈനനും സൊറാസ്ട്രിയരും മതമുള്ളവരും റാഷണലിസ്റ്റും നാഷണലിസ്റ്റും സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഒക്കെയുള്ള ഈ ലോകത്ത് എല്ലാവരോടും ഇത് ഒരു കമ്പൽഷൻ, ഒരു നിർബന്ധമാണോ നടത്തുന്നത്? അല്ല. അല്ലാഹുവിൽ നിന്ന് ദൈവദത്തമായ ലഭിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും പ്രമാണങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറയാനുണ്ടോ? ഉണ്ട്. കാരണം ലോകത്തൊരുപാട് വേദങ്ങളും വേദഗ്രന്ഥങ്ങളുമുണ്ട്. ബൈബിൾ അംഗീകരിക്കുന്ന ക്രൈസ്തവ ലോകം, തൽമൂദ് അംഗീകരിക്കുന്ന ജൂതലോകം,
ഭഗവത്ഗീതയും രാമായണവും അതുപോലെ തന്നെ ഉള്ള വേദങ്ങളെയും ഉപനിഷത്തുകളെയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, അതുപോലെ ഒരുപാട് വേദങ്ങളെയും ഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ദ റെവലേഷൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധമായ വേദം എന്ന് പറഞ്ഞാൽ അത് കേവലമായി പറഞ്ഞാൽ പോരാ. ഒരുപാട് വേദങ്ങളും രചനകളുമുള്ള ഈ ലോകത്തെ പരിശുദ്ധമായ ഖുർആനിന്റെ ഐഡന്റിറ്റി എന്താണ്? ലോകഗുരുവായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു തന്ന ഖുർആൻ ഇന്നേ വരെയും 1400 സംവത്സരം കഴിഞ്ഞിട്ടും വള്ളി പുള്ളി വിസർഗത്തിന് വ്യതിയാനമില്ലാതെ ലോകം അതിനെ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഗ്ലോബലൈസ്ഡ് സ്വഭാവം വേറെ ഒരു വേദത്തിനും ലോകത്തിന് കാണാനില്ല. മലയാളത്തിലെ ഓശാന പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച വലിയ ബൈബിൾ, അതിന്റെ അടിക്കുറിപ്പിൽ ചില സ്ഥലങ്ങളിൽ നിവേദന വ്യത്യാസങ്ങൾ കാണാം. ബൈബിൾ ദൈവത്തിന്റെ വേദമാണെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും മത്തായിയുടെയും യോഹന്നാന്റെയും സുവിശേഷങ്ങളാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവവചനങ്ങളെയോ ദൈവവചനമാണെന്ന് വാദിക്കുന്നവയോ ഇവർ അവതരിപ്പിക്കുകയാണ്. ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം വന്നാൽ ദൈവത്തിനു ശേഷം അഥവാ ദൈവം അവതരിപ്പിച്ചതിനു ശേഷം യോഹന്നാൻ എന്ന് പറയുന്ന പുരോഹിതന്റേതായി അവതരണമായിട്ടാണ് വരുന്നത്. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളല്ല, മറിച്ച് ലോകാധികാരിയായ സർവേശ്വരനായ സർവാധികാരിയായ അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങൾ. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകടത്തലുകൾ ഇല്ല. രാമായണത്തിന്റെ വ്യത്യസ്ത പതിപ്പുകൾ എന്റെ കയ്യിലുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെയും ഖണ്ഡകോപനിഷത്തിന്റെയും വേദോപനിഷത്തിന്റെയും ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും ഒക്കെ ആഖ്യാന വ്യാഖ്യാന നിവേദന വ്യത്യാസങ്ങളോടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് റിഫ്ലക്ഷൻസ് ഓൺ ഗീത എന്ന പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇന്ന് വരെയും വള്ളിപുള്ളി വിസർഗത്തിന് വ്യതിയാനമില്ലാതെ മാനവിക ലോകം നെഞ്ചേറ്റുന്നു. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന വേദമേതാണ്? പരിശുദ്ധമായ ഖുർആനിനോളം വായിക്കപ്പെടുകയും പാരായണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വേദമില്ല. പരിശുദ്ധമായ റമദാൻ മാസമായാൽ ഒരു സാധാരണ മുസ്ലിം ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്യും. സാധാരണ ദിവസങ്ങളിൽ തന്നെ എല്ലാ വിശ്വാസികളും അല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇത്രയും വ്യാപകമായി പാരായണം ചെയ്യപ്പെടുന്ന ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയ സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥം എവിടെ? ഓരോ മതക്കാർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും വേദങ്ങളെ ആദരിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണത്. ഒരു മതക്കാരനെയും നിന്ദിക്കാനും ആക്ഷേപിക്കാനും നമുക്ക് അധികാരമില്ല, അത് ചെയ്തുകൂടാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് പിഞ്ചോമന മക്കൾ മുതൽ വയോവൃദ്ധന്മാർ വരെ എല്ലാ ദിവസവും അല്പമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. നാം മനസ്സിലാക്കണം, അള്ളാഹുവിൽ നിന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആൻ എന്നതിന് 1000 പ്രമാണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഒന്നാമതായി ഒരു വിശ്വാസിക്കുള്ള ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണ് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അത് സാധാരണ ഗ്രന്ഥങ്ങളെ പോലെ സമീപിക്കാൻ പറ്റില്ല. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, പാരായണം ആരാധനയായി പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥമാണത്. പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം ആരാധനയായി പരിഗണിക്കപ്പെടുന്നു. ഈ പവിത്രമായ ഖുർആൻ അതിന്റെ മനോഹരമായ രീതിയും ഭാവവും വെച്ച് നോക്കിയാൽ ഗദ്യമല്ല, പദ്യമല്ല, ഗദ്യപദ്യ സമ്മിശ്രമല്ല,
മൗലികമായ ശൈലിയും ഭാവവുമുള്ളതാണ് ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി മനുഷ്യൻ വിലയിരുത്തി വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെതാണ്, പടച്ചവന്റേതാണ് എന്ന് മനസ്സിലാക്കാനുള്ള 1000 അടയാളങ്ങൾ അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി ഞാൻ വരാം. രണ്ടാമതായി ഒരു വിശ്വാസിക്ക് ഖുർആനിനോടുള്ള ബാധ്യത എന്താണ്? യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. പവിത്രമായ ഖുർആൻ പാരായണം ചെയ്ത് ആൽത്താരയിൽ അടക്കി വെക്കേണ്ട ഗ്രന്ഥമല്ല, പാരായണം ചെയ്ത് അടച്ചു വെക്കേണ്ട വേദമല്ല. വിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ തലങ്ങളെയും ദളങ്ങളെയും കേവലം ഒരു മന്ത്രമായി ഉരുവിട്ട് ഒതുക്കി വെക്കേണ്ടതല്ല. ഈ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കേണ്ട ഗ്രന്ഥമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും കടന്നു വരുന്ന ഉപദേശങ്ങളുടെ സമാഹാരമാണ്. യാ അയ്യുഹന്നാസ്, ഓ മാനവിക സമൂഹമേ, ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കുള്ള ഉപദേശം, ആത്മീയമായ മാർഗദർശനം എത്തിച്ചേർന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ആശയപരമായ ആലോചനകൾക്ക് പരിഹാരം നൽകാനും വിചാര വിപ്ലവത്തിന്റെ വിഹായുസിൽ നിന്ന് പരിഹാരത്തിന്റെ പറുദീസ വിരിക്കാനും ആലോചനകളുടെ ആകാശത്ത് നിന്നുകൊണ്ട് നിവാരണത്തിന്റെ നീലാകാശം കാണിച്ചു തരാനും തർക്കവിതർക്കങ്ങളുടെ മാനസങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ നിധി പകർന്നു തരാനും ആശയ സംഘടനകളുടെ ഭൂമിയിൽ നിന്ന് ആശയാൈക്യത്തിന്റെ സമോഹന ലോകത്തേക്ക് മാടി വിളിക്കാനുമുള്ള ഗ്രന്ഥമാണ് വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഹൃദയങ്ങളിൽ അങ്കുരിക്കുന്ന ആശയ വ്യതിയാനങ്ങൾക്ക് പരിഹാരം നൽകിയിട്ട് നേർധാര കാണിക്കുന്ന ഗ്രന്ഥമാണ്. ആധുനികതയുടെ പുതിയ യുഗത്തിൽ നിന്നുകൊണ്ട് പ്രശ്ന സംഘടനകളുടെ ഭൂമികയിൽ പരിഹാരമില്ലാതെ നെട്ടോട്ടമോടുന്ന പുതിയ മനുഷ്യനോടാണ് വിളിച്ചു പറയുന്നത്. 6-ാം നൂറ്റാണ്ടിന്റെ അഴുക്കുചാലിൽ നിന്ന് ആധുനികതയുടെ ആൽത്താരയിൽ ആദരിക്കപ്പെടാൻ മാത്രം അത്യുത്കൃഷ്ടരായി 6-ാം നൂറ്റാണ്ടിലെ ആളുകളെ മാറ്റിക്കൊണ്ടുവന്ന വിപ്ലവത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. മാനവികതയെ മാറ്റിയിട്ട് മധു പകർന്നു കൊടുത്ത വേദമാണ് ഖുർആൻ. അതുകൊണ്ട് ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേവലമായി പാരായണം ചെയ്തു വെക്കാനുള്ളതല്ല. ഇന്നത്തെ പുതിയ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. നമ്മുടെ ലോകം പുതിയ മദ്യനയത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ബേജാറാവുകയാ. മദ്യനയത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ബേജാറാകുന്നവരോട് ഏത് ഭരണകൂടമാണെങ്കിലും ഭരണവ്യവസ്ഥിതിയാണെങ്കിലും മനുഷ്യന്റെ മോചനത്തിനും മാനവികതയുടെ സംരക്ഷണത്തിനുമാണ് ചിന്തിക്കുന്നതെങ്കിൽ മദ്യമാണ് ഇവിടെയുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളുടെയും മാതാവായി പ്രവർത്തിക്കുന്നത്. റോഡപകടങ്ങളിൽ ഭൂരിപക്ഷവും മദ്യപാനത്തിന്റെ ഫലം, കുടുംബത്തകർച്ചയുടെ മൂല്യകാരണം മദ്യപാനം, പല ആന്തരിക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം മദ്യപാനം, രാഷ്ട്രീയ സംഘടനകളുടെ അടിസ്ഥാന കാരണം മദ്യപാനം, സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മദ്യപാനം. ഈ മദ്യവിനിയോഗത്തെ പൂർണ്ണമായും ഒന്ന് തടഞ്ഞു നിർത്തണമെന്ന് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ ജനതയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ.
പൈശാചികതയുടെ ദുർബോധനങ്ങളിൽ കിടന്ന് തത്തിക്കളിക്കുന്നവർക്കല്ലാതെ സ്വീകരിക്കാൻ പറ്റാത്തതാണ് മദ്യമെന്ന ലോകത്തിന്റെ നേതാവ് വിശുദ്ധ ഖുർആനിന്റെ പവിത്രമായ വചനങ്ങളെ പാരായണം ചെയ്ത് മാനവികതയെ മാടി വിളിച്ച് മദീനയുടെ മലർവനിയിലിരുത്തി മധു പകർന്നു കൊടുത്തിട്ട് ലോക മാനവികതയുടെ മാതൃകാ സൊസൈറ്റിയാക്കി മാറ്റിയപ്പോ ഇന്റർനെറ്റിന്റെയും ഇൻട്രാനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും മോസ്റ്റ് മോഡേണിസത്തിന്റെയും ആധുനാധുനികതയുടെയും ലോകത്ത് ജീവിക്കുന്ന പുതിയ ചെറുപ്പക്കാരാ, സമാധാനത്തിന്റെ മണിമന്ത്രമല്ലയോ ഖുർആൻ മദ്യനിരോധനത്തിലൂടെ സാധ്യമാക്കിയത്? ഖുർആൻ സാധിച്ചെടുത്ത മദ്യനയം ലോകത്തിന് എന്തു നൽകി എന്ന് ചോദിച്ചാൽ സമ്പൂർണമായും ഒരു മോഡൽ സൊസൈറ്റിയെ കാണിച്ചു തരാൻ കഴിഞ്ഞു. ഇതാണ് പരിശുദ്ധമായ ഖുർആനിന് സാധ്യമായത്. അല്ലാതെ പൂർണ്ണമായ മദ്യനിരോധനത്തിനില്ലാതെ മറ്റൊരു മദ്യനയം നമുക്ക് പൂർണ്ണമായും മനുഷ്യന് ഗുണകരമല്ല. മനുഷ്യൻ ആലോചിക്കേണ്ടത് രാജ്യത്തിന്റെ കേവല വരുമാനമല്ല, അല്ലെങ്കിൽ കുടുംബ തകർച്ചയിലൂടെ ചൂഷണം ചെയ്യപ്പെടാവുന്ന മേഖലകളല്ല, മറിച്ച് ലോക മാനവികതയുടെ സമാധാനത്തിന് ആവശ്യമായ മന്ത്രമാണ് ലോകത്തിന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നപ്പോ മറ്റു പല വിഷയങ്ങളിലും ഇല്ലാത്തൊരു ക്രമീകരണം മദ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബിംബാരാധകരായ ആളുകളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ 250 ബിംബത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഗ്രാജുവലി ഓരോന്നിനെ ഒഴിവാക്കിയിട്ട് അവസാനം ഒന്ന് വരും, അതിനെ ഒഴിവാക്കാനല്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണമെന്ന തൗഹീദിലേക്ക് വിളിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കാൻ ചില കോഴ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കി. മദ്യനിരോധനത്തിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു നയം ഉണ്ടാവുക. കാരണം എന്താ? അഡിക്റ്റ് ആയ ആളുകളെ മാറ്റിയെടുക്കാനുള്ള കോഴ്സിന് അല്പം സാവധാനം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കാൻ. ഒറ്റയടിക്ക് മദ്യം പാടില്ല എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ അഡിക്ഷനുള്ള ആളുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവനെ ക്രമേണ കുറച്ചു കൊണ്ടുവന്ന് നന്നാക്കിയെടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യനിരോധനത്തിൽ സ്വീകരിച്ച നയം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റുകൾ മദ്യപാനികളായ ആളുകൾക്ക് പ്രത്യേകമായ ട്രീറ്റ്മെന്റ് കൊടുത്ത് ക്രമേണ അവരെ മദ്യം ഉപയോഗിക്കാത്തവരാക്കി മാറ്റാനുള്ള സെന്ററുകൾ തുടങ്ങുന്ന നയമുണ്ടാകണം. അതാണ് 6-ാം നൂറ്റാണ്ടിലെ നേതാവ്, ലോകത്തിന്റെ മുഴുവനും ഇനി എന്നത്തെയും നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത്. അതുകൊണ്ട് മോനെ, ഖുർആൻ ഓതിയിട്ട് മാറി നടക്കാനുള്ളതല്ല, മറിച്ച് ഖുർആനിന്റെ ആശയങ്ങളെ നീ ഏറ്റെടുക്കണേ. അപ്പോഴാണ് നീ ഖുർആനിനോടുള്ള 2ാമത്തെ ബാധ്യത നിർവഹിച്ചവനായി മാറുക. വറഹ്മത്തുൽ മുഅ്മിനീൻ, നീ അല്ലാഹുവിൽ നിന്നുള്ള ഖുർആനിനെ അംഗീകരിക്കുന്നു, ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ നീ ഖുർആൻ കൊണ്ട് ഉപയോഗമുള്ളവനല്ല. നീ സ്വീകരിക്കേണ്ടത് എവിടെയാണ്? ഹറമല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത്. അല്ലാഹു തആല പലിശ ഹറാമാക്കി എന്ന് ഖുർആനിൽ നേരിട്ട് പറഞ്ഞു. തുറന്ന യുദ്ധം. ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് വിട്ടു നിൽക്കാൻ കഴിയണം. മിനിയാന്ന് നമ്മുടെ സ്ഥാപനത്തിൽ സാമ്പത്തികമായി വളരെ പ്രയാസം വന്നപ്പോ ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചു. വളരെ പ്രയാസമാണ്, ഇവിടെ നിങ്ങൾ കുറച്ച് സംഖ്യ കിട്ടണം. അപ്പൊ അയാൾ പറഞ്ഞു, ഇന്ന ആളുണ്ട്, 100 രൂപ കൊടുത്താൽ വൈകുന്നേരം 110 രൂപ തിരിച്ചു കൊടുക്കേണ്ട ആളുണ്ട്. ഉസ്താദ് ചോദിച്ചാൽ ചിലപ്പോ 105 തന്നേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ പൈസ നമുക്ക് വേണ്ട. നല്ല മോമിനീങ്ങൾ ദീനിനെ സ്നേഹിച്ചിട്ട് സഹായിക്കാൻ പറ്റുന്നവരുണ്ടാകും, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ പലിശയുടെ ഗൗരവം നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ പലിശയുടെ വിനിയോഗം വ്യാപകമായി പോയി. നീ ഖുർആൻ ക്ലാസ് കേട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരാ,
ഖുർആനിന്റെ പാഠഭാഗങ്ങൾ പ്രയോഗിക്കുമ്പോഴേ നീ ഖുർആനിനോട് പ്രതിബദ്ധതയുള്ളവനാകൂ. അതിനുള്ള പ്രത്യേകമായ മന്ത്രമാണ്. ഖുർആൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതാണ്. പലിശ വാങ്ങാൻ പാടില്ല, പലിശയുമായി ഇടപാട് പാടില്ല. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഖുർആനിനെ അംഗീകരിക്കുന്നവനാണോ? ഒരു ഗവേഷകന്റെയും ഗവേഷണമല്ല, ഒരു നിരീക്ഷകന്റെയും പര്യവേക്ഷണത്തിന്റെ ഫലമല്ല, ലോകാധികാരിയായ അള്ളാഹുവിന്റെ ഓപ്പൺ ഡിഫൻസ് ആണ്. ഹറമല്ലാഹു റിബാ, അല്ലാഹു തആല പലിശയെ ഹറാമാക്കി എന്ന് അല്ലാഹു തആല തുറന്ന് പ്രഖ്യാപിച്ചു. അല്ലാതെ ഒരു ആയത്തിൽ നിന്ന് പണ്ഡിതന്മാര് ഗവേഷണം ചെയ്ത് നിരീക്ഷണം ചെയ്ത് കണ്ടെത്തിയ പുതിയ നിയമമല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പലിശയിൽ നിന്ന് വിട്ടുനിൽക്കണം. ഉമ്മപെങ്ങന്മാര് പണയം വെച്ചിട്ട് പലിശ പണം വാങ്ങുന്നവരുണ്ട്. അതുപോലെ ഏത് വിധേനയുള്ള പലിശ ഇടപാടുകളാണെങ്കിലും അതിൽ ഉണ്ടാകാൻ പാടില്ല. പലിശയുടെ വിഹിതം എന്റെയും നമ്മുടെയും മക്കളുടെയും അതുപോലെ കുടുംബത്തിന്റെയും പള്ളയിലോ സമ്പത്തിലോ കടക്കാൻ പാടില്ല. പലിശരഹിതമായ ഒരു സമൂഹത്തെയാണ് ഇസ്ലാം ഖുർആൻ വിഭാവനം ചെയ്യുന്നത്. ആ ഖുർആനിനെ ഏറ്റെടുക്കണേ സഹോദരാ. പിന്നീടൊന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത് വ്യഭിചാരമാണ്. ഖുർആനോട് നീ പിൻപറ്റുന്ന അനുയായിയാണോ? ഈ വ്യഭിചാരത്തിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലയോ, വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തോട് അടുക്കാൻ പാടില്ല. അപ്പൊ ഖുർആനിന്റെ ഓരോ ട്രീറ്റ്മെന്റുകളും സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്. മദ്യനിരോധനത്തിന്റെ സമയത്ത് ക്രമേണയുള്ള നിരോധനമാണ്. വ്യഭിചാര നിരോധനത്തിന്റെ സമയത്ത് അതിലേക്കുള്ള കാരണങ്ങളടക്കം ക്രോസ് ചെയ്യുന്ന നിരോധനമാണ്. പലിശയുടെ എടുക്കൽ ഒറ്റവെട്ടിന് തന്നെയുള്ള കട്ടിങ്ങാണ്. ഖുർആനിന്റെ പ്രയോഗം എത്ര മനോഹരമാണ്. വലാ തഖറബുസ് സിനാ, പല സാഹചര്യങ്ങളാലും കാരണങ്ങളാലും എത്തിച്ചേരുന്ന ഒരു ദുഷ്വൃത്തിയാണ് വ്യഭിചാരം. അതുകൊണ്ട് കാരണങ്ങളിൽ തന്നെ ഇടപെട്ടു പോകാൻ പാടില്ല. ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് അവിടുന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമല്ല, മറിച്ച് അവന്റെ സംസാരങ്ങളും അവന്റെ ഫോൺ കോളുകളും അവന്റെ മെസ്സേജുകളും അവന്റെ ഇടപാടുകളും അങ്ങനെ ക്രമേണയായി വന്നു ഭവിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ കാരണങ്ങളുമായി പോലും നീ ഇടപെടാൻ പാടില്ലെന്ന് സൂക്ഷ്മതയോടെ മനഃശാസ്ത്രപരമായി അവതരിപ്പിക്കുന്ന ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ മോനെ, വ്യഭിചാരത്തിന്റെ കാരണങ്ങളോട് പോലും നീ ബന്ധപ്പെട്ടുകൂടാ. കലാലയത്തിന്റെ മുറ്റത്ത് പോയി പഠനം നടത്തുന്ന ചെറുപ്പക്കാരാ, കാര്യാലയത്തിൽ അന്യപെണ്ണിനെ സ്റ്റാഫായി വെച്ചിരിക്കുന്ന സഹോദരാ, ജോലിസ്ഥലങ്ങളിൽ അന്യ സ്ത്രീകളുമായി ഇടപഴകുന്ന പുരുഷന്മാരുമായി ഇടകലരുന്ന സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശത്തെ ഏറ്റുവാങ്ങുന്നവരാണെങ്കിൽ ഏതോ ഒരുത്തിയുടെ മിസ് കോളിന് പിന്നിൽ നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തല്ല മോനെ. ഏതോ ഒരുത്തന്റെ മേനിമിടിപ്പോ അവന്റെ ഭാഷണശുദ്ധിയോ അവന്റെ അംഗലാവണ്യങ്ങളോ അവന്റെ ആംഗ്യവിക്ഷേപങ്ങളോ അവന്റെ മെസ്സേജുകളോ കണ്ടിട്ട് പെങ്ങളെ നിന്റെ ജീവിതം ഹോമിക്കാൻ പാടില്ല. കാരണം വ്യഭിചാരം വ്യാപകമായ കാലമാണിത്. 10 വയസ്സുകാരിയും 6 വയസ്സുകാരിയും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പോലും വ്യഭിചരിക്കപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് അതിന്റെ കാരണങ്ങളോട് ബന്ധപ്പെടല്ലെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ നിന്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണേ പെങ്ങളെ. അന്യ പുരുഷനെ കണ്ട് ആസ്വദിക്കുന്നത് നിഷിദ്ധമാണ്, അന്യ സ്ത്രീയെ കണ്ട് ആസ്വദിക്കുന്നതും നിഷിദ്ധമാണ്. അതുപോലെ വ്യഭിചാരത്തിലേക്ക് വലിച്ചുകൂട്ടുന്ന അരുതായ്മകളുടെ വഴിയിൽ സഞ്ചരിക്കരുതെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഖുർആനിന്റെ വിശുദ്ധ വചസ്സുകളിലൂടെ മാനവികതയുടെ മനതലങ്ങളിൽ മായാത്ത വിധം അടയാളപ്പെടുത്താനുള്ള മഹിത മന്ത്രമായി സന്നിവേശിപ്പിക്കുമ്പോ നമ്മൾ ആ സന്ദേശത്തെ ഏറ്റെടുക്കേണ്ടവരാണ്. നീ നിന്റെ ഓഫീസിൽ ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട്. അപ്പോ ഒരു പെൺകുട്ടിയെ ഇരുത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഭാര്യയൊക്കെ ഉള്ള കുടുംബമായി ജീവിക്കുന്നവളൊക്കെ തന്നെയാണ്. അപ്പൊ പെൺകുട്ടിയെ സ്റ്റാഫായിട്ടിരുത്തിയാൽ സാലറി പകുതി മതി. പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഫോൺ കേൾക്കുമ്പോൾ ഒരു ഭംഗിയുള്ള വർത്തമാനം കേൾക്കും, ആമ്പിള്ളരെ പോലെ ഇറങ്ങി കറങ്ങി നടക്കൂല എന്നുള്ള പല ബിസിനസ് പോസിറ്റീവുകളും നിനക്കുണ്ടാകാം. പക്ഷേ നിന്റെ സ്റ്റാഫായി വെക്കുമ്പോൾ കാലക്രമേണ വന്ന് ഭവിച്ചേക്കാവുന്ന അരുതായ്മകളും, ഒരു പക്ഷേ നീ ലൈംഗികമായ അബദ്ധം നിന്നിൽ നിന്ന് വന്നില്ലെങ്കിലും നീ അവളോട് സംസാരിക്കേണ്ടി വരുന്നതും ഇടപഴകേണ്ടി വരുന്നതും പോലും അബദ്ധമാണ്, തെറ്റാണെന്ന ബോധത്തോടെ നിന്റെ താൽക്കാലിക സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നീ ഒരു വനിതാ സ്റ്റാഫിനെ നിന്റെ ഓഫീസിൽ വെക്കുമ്പോൾ ഖുർആനിന്റെ സന്ദേശമെന്ന് അറിയണേ സഹോദരാ. എത്രയോ സഹോദരന്മാര് ട്രാവൽസിന്റെ ഓഫീസുകളിൽ, ഹജ്ജ് കമ്മിറ്റികളുടെ ഓഫീസുകളിൽ, അതുപോലെയുള്ള പല കാര്യാലയങ്ങളിലും വനിതാ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര വലിയ അബദ്ധങ്ങളാണ് നമ്മുടെ സമുദായം ചെയ്തു പോകുന്നത്. അങ്ങനെ നിന്റെ തെറ്റായ ജീവിതത്തിലേക്ക് നയിക്കുന്ന പ്ലേസ്മെന്റ് ആവശ്യമുണ്ടോ മോനെ? അല്ലാഹുവിന്റെ ഖുർആൻ നിനക്കത് സമ്മതം തരുന്നുണ്ടോ? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഖുർആൻ കൽപ്പിച്ച കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് നിഷിദ്ധമാക്കി അതിനെ ഏറ്റെടുക്കാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് രണ്ടാമതായി ഖുർആനിനോടുള്ള ബാധ്യത എന്താണ്? ആ ഖുർആനിന്റെ സന്ദേശങ്ങളെ ഏറ്റെടുക്കണം മോനെ. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ മറ്റു വേദങ്ങളെയും ഇസങ്ങളെയും സംഹിതകളെയും പോലെയല്ല. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ ജനവിഭാഗത്തെ മാറ്റിമറിച്ചിട്ട് മാനവികതയ്ക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയാക്കി കൊണ്ടുവന്ന ഖുർആനാണ്. വെപ്പാട്ടികളും പെണ്ടാട്ടികളും അവിടുന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമില്ലാത്ത 6-ാം നൂറ്റാണ്ടിലെ ജനതയാണ് ഒരന്യ പെണ്ണിനെ നോക്കുന്നത് നിഷിദ്ധമാണെന്ന മാനസികാവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന ഖുർആൻ. ആ ഖുർആനിനെ പോലെ ഒരു വിപ്ലവം നടത്താൻ ഇവിടെ വേറൊരു സിദ്ധാന്തത്തിനും കഴിഞ്ഞിട്ടില്ല. ഖുർആൻ മാറ്റിമറിച്ചതുപോലെ ഒരു സമുദായത്തെ പ്യൂരിഫൈ ചെയ്യാൻ, അവരെ വിമലീകരിക്കാനും ശുദ്ധീകരിക്കാനും വേറെ ഒരു സംഹിതയ്ക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ ഖുർആനിന്റെ സന്ദേശത്തെ നിന്റെ നെഞ്ചിലേറ്റണം, നിന്റെ ജീവിതത്തെ ഖുർആനികമായി ഏറ്റെടുക്കണം. അതാണ് മദീനയിലെ രാജാവ് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പുണ്യവതിയായ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോഴാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സീറത്ത് ബി ഖുർആനി ഹേ വോ സൂറത്ത് ബി ഖുർആനി ഹേ. ലോകഗുരുവായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് സന്തത സഹചാരിയും വാത്സല്യനിധിയുമായ പുണ്യവതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതെങ്കിൽ ആ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സന്ദേശമൊന്ന് വായിക്കണം മോനെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് റസൂലുള്ളാഹിന്റെ ജീവിതം ഖുർആനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെയും നിങ്ങളുടെയും സ്വകാര്യ പരസ്യ കാര്യാലയ കാര്യനിർവഹണ ജീവിതങ്ങൾ മുഴുവനും ഖുർആനിന് നിരക്കുന്ന വിധത്തിൽ സംവിധാനിക്കുമ്പോഴേ നാം ഖുർആനിന്റെ അഹ്ലുകാരാവൂ, ഖുർആനിന്റെ വക്താക്കളായി മാറുകയുള്ളൂ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, നമുക്ക് ഏറ്റവും വലിയ ഗൈഡ് ഏതാണ്? നിനക്ക് വായിക്കാനും നിനക്ക് ഇടപെടാനുമുള്ള ഏറ്റവും നല്ല ഗൈഡ് ഏതാണ്? ഈ ലോകമാകുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ നൽകിയ ഗൈഡാണ് ഈ പ്രപഞ്ചത്തിന്റെ ഗൈഡ്.
ആകാശം എന്താണ്? ഗൈഡ് ആകാശമുണ്ടാക്കിയ റബ്ബ് തന്ന വേദമാണ്. നക്ഷത്ര ലോകത്തിന്റെ അവതാന്തരങ്ങൾ എന്താണ്? ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് നൽകിയ ഗൈഡ് ഇവിടെയുണ്ട്. മനുഷ്യൻ ആരാണ്? നീ മനുഷ്യൻ ആരാണെന്ന് നോക്കേണ്ടത് ഫ്രിഡ്ജ് കമ്പനിക്കാരൻ തരുന്ന യൂസേഴ്സ് ഗൈഡ് നോക്കിയിട്ടല്ല. മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഏതോ ബുക്ക് സ്റ്റാളുകാരൻ അടിച്ച ബുക്ക് നോക്കിയിട്ടല്ല. ഫ്രിഡ്ജ് കമ്പനിക്കാരൻ അതിനോടൊപ്പം യൂസേഴ്സ് ഗൈഡ് തരുന്നു. അതുപയോഗിച്ചിട്ടാണ് നീ ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോ അതിന്റെ കമ്പനിക്കാരൻ അതിന്റെ യൂസേഴ്സ് ഗൈഡ് തരുന്നുണ്ട്. ഇതുപോലെ ലോകാധികാരിയായ റബ്ബ് ഈ ലോകത്തിന്റെ യൂസേഴ്സ് ഗൈഡാണ്, ഉപയോഗിക്കുന്നവർക്കുള്ള മാനുവലാണ് ഖുർആൻ. നീ ഫ്രിഡ്ജിന്റെ ബട്ടൺ എത്ര തവണ അമർത്തണം എന്ന് പറയുന്നത് അവന്റെ കമ്പനിക്കാരനാണ്. നീ മൊബൈൽ ഉപയോഗിക്കുമ്പോ അതിന്റെ പ്രത്യേകമായ കോഡുകൾ 2 or 3 തവണ റോങ് ആയി ലോക്ക് ചെയ്തു പോയാൽ പിന്നെ അത് കമ്പനിക്കാരൻ അറിയാതെ ഓപ്പൺ ചെയ്യാൻ പറ്റൂല, അതങ്ങ് ലോക്കായി പോകും. നീ നിന്റെ ഫോണിന്റെ പാസ്വേഡ് റോങ് ആയി ടൈപ്പ് ചെയ്തു പോയാൽ പിന്നെ അത് ലോക്കായി പോയി കമ്പനിക്കാരൻ അറിയണം, അല്ലെങ്കിൽ നിശ്ചിതമായ കാലം കഴിയണം. ATM പോലെയുള്ള സംവിധാനങ്ങളിൽ റോങ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നിശ്ചിത തവണ കഴിഞ്ഞാൽ 24 hours ശേഷമേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ. ഇതുപോലെ നിന്റെ ശരീരത്തെ റോങ് ടൈപ്പ് നടത്തിയാൽ പിന്നെ അത് എപ്പോഴാണ് ശരിയാകുന്നതെന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനെ പടച്ചുവിട്ട അല്ലാഹു ആകുന്ന അധികാരിയാണ്, അല്ലാതെ ഇവിടത്തെ മെഡിക്കൽ കമ്പനിക്കാരനല്ല. ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗക്രമം പറയുന്ന ബുക്കുണ്ട്. അതല്ലയോ യൂസേഴ്സ് ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ എങ്ങനെ വിനിയോഗിക്കണം അതിന്റെ യൂസേഴ്സ് ഗൈഡ് പറയട്ടെ. മനുഷ്യ, നിന്റെ കൈ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അത് പടച്ച റബ്ബ് പറഞ്ഞു എങ്ങനെ പ്രയോഗിക്കണമെന്ന്. അതാണ് അതിന്റെ യൂസേഴ്സ് ഗൈഡ് അനുസരിച്ചുള്ള പ്രയോഗം. അതുകൊണ്ട് മോനെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കണ്ണ് തന്നത് അല്ലാഹുവാണ്. കണ്ണ് എത്ര വോൾട്ടേജിലാണ് കാണേണ്ടത് നോക്കേണ്ടത് അത് നീ തീരുമാനിച്ചത് റബ്ബല്ലയോ? ആ റബ്ബാകുന്ന പടച്ചവൻ ഇതിന്റെ യൂസേഴ്സ് ഗൈഡ് തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഈ ലൈറ്റ് മാറ്റിവെച്ചത് വലിയ കൂടുതൽ ശക്തിയുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് കൂടുതൽ പ്രാവശ്യം അടിച്ചാൽ ഇത് മങ്ങിപ്പോവും. കാരണം എന്താ? ഇത് ഇത്ര ദൂരം, ഇത്ര അനുപാതത്തിൽ, ഇത്ര അളവിലുള്ള സാധനങ്ങളെ കാണാനാണ് നൽകുന്നത് എന്ന് അല്ലാഹു തആല ഇതിന് സംവിധാനിച്ചിട്ടുണ്ട്. ഇതിൽ സൂക്ഷ്മമായത് കാണാൻ പറ്റൂല, വളരെ വലുതായത് കാണാൻ പറ്റൂല. നിശ്ചിതമായ ഒരു അളവ് അല്ലാഹു തആല കണ്ണിന്റെ കാഴ്ചക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ എന്റെ കണ്ണിന്റെ ലെൻസിനേക്കാൾ കൂടുതൽ മൈക്രോ സ്വഭാവമുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ സൂക്ഷ്മമായ സാധനം എനിക്ക് കാണാൻ പറ്റും. അള്ളാഹു തന്ന ഒരു അഡീഷണൽ സംവിധാനമാണ്. എന്റെ കണ്ണിന്റെ കാഴ്ചക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് കാണണമെങ്കിൽ ടെലസ്കോപ്പ് സംവിധാനം, ദൂരദർശിനി, അതിന് പറ്റുന്നൊരു ലെൻസ് ഞാൻ മുമ്പിൽ ഘടിപ്പിക്കുമ്പോൾ ദൂരം കാണാൻ പറ്റും. ആ ടെലസ്കോപ്പ് മൈക്രോസ്കോപ്പ് എങ്ങനെ ആംഗിൾ ചെയ്ത് ഉപയോഗിക്കണമെന്ന് കമ്പനിക്കാരൻ പറയും. ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ ലെൻസ് ഇങ്ങനെ ഇടണം, ലെൻസ് ഇങ്ങനെ ഇടാൻ പാടില്ല, ഇത്ര ആംഗിളിൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന കമ്പനിക്കാരനുള്ളതുപോലെ ഈ കണ്ണ് ഏത് ആംഗിളിൽ എവിടെ നോക്കാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞവനാണ് പടച്ചവൻ. അല്ലയോ മോനെ, കണ്ണു തന്ന കമ്പനിക്കാരൻ ഞാനാണ്. അതുകൊണ്ട് അന്യ പെണ്ണിന്റെ മേടിമിടിപ്പ് നോക്കി സുഖിക്കേണ്ടവനല്ല. കണ്ണിന്റെ ഷട്ടറങ്ങ് ക്ലോസ് ചെയ്യണേ. ഇടിയും മിന്നലും വരുന്ന സമയത്ത് നിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൂടാ. നീ ഏസർ കമ്പനിക്കാരൻ പറഞ്ഞതാണ്, അത് അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ നിന്റെ കണ്ണ് അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ലെന്ന് ഇത് തന്ന പടച്ചവൻ പറഞ്ഞതാണ്. ചിലപ്പോ ഹാങ് ആയി പോകും മോനെ.
അതുകൊണ്ട് സിസ്റ്റം ഹാങ്ങായാൽ കാണേണ്ടത് കാണാതെയായി പോകും. അതുകൊണ്ട് നിന്റെ കണ്ണൊന്ന് കീപ്പ് ചെയ്യണേ. قل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. സ്ത്രീകളോട് പറയണം, അവരുടെ കണ്ണും അന്യപുരുഷന്മാരെയും നിഷിദ്ധ വസ്തുക്കളെയും നോക്കിക്കാണാനുള്ളതല്ല, അത് നിശ്ചിത ആംഗിളിലെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതാരാണ്? ഏതെങ്കിലും കോശങ്ങൾ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളല്ല. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി തന്ന ലോകാധികാരിയായ റബ്ബ് പറഞ്ഞു, ഇതിങ്ങനെയല്ലാതെ ഉപയോഗിച്ചുകൂടാ. ഈ സാധനത്തിലേക്ക് ഇതിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറം പവർ വന്നാൽ ഇതിന്റെ ഫോൺ സംവിധാനം തകർന്നു പോകും. പ്രത്യക്ഷത്തിൽ ഇതിനൊരു കേടും വരണമെന്നില്ല, പക്ഷേ സംസാരിച്ചാൽ കേൾക്കാതെയാകി പോകും. ഡയഫ്രം അടിച്ചുപോയാൽ ഇതുപോലെ നിന്റെ കണ്ണുകൊണ്ട് കാണൽ നിഷിദ്ധമായ കാര്യം കണ്ടാൽ അതിന്റെ സ്പിരിച്വൽ ഡയഫ്രം അടിച്ചു പോകും. പിന്നെ നിനക്ക് അല്ലാഹു കൽപ്പിച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റൂല. കാഴ്ചയിൽ പ്രത്യക്ഷത്തിൽ കണ്ണിനൊരു തകരാറും കാണൂല. ഏതുപോലെ ഇതിന്റെ ഉള്ളിലെ ഡയഫ്രം അടിച്ചു പോയാൽ ഈ മൈക്രോഫോണിന് പ്രത്യക്ഷത്തിൽ തകരാറില്ലാത്തതുപോലെ എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ എന്റെ കണ്ണിന് പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിന്റെ സ്പിരിച്വൽ ഡയഫ്രം വീക്കായി പോയി. വിശദീകരിക്കാനുള്ള സമയമില്ല. അതുപോലെ നിന്റെ കാതുകൊണ്ട് നിഷിദ്ധമായത് കേട്ടാൽ മോനെ, നിന്റെ കാതിന്റെ ഈ ചെവിക്കുട തകർന്നു പോകണമെന്നില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില ആത്മീയമായ കേൾവികൾ നഷ്ടമായി പോകും മോനെ. അതുകൊണ്ട് നീ നിന്റെ കണ്ണും കാതും കൽബുമൊന്ന് സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളായി മാറണം. അപ്പോഴല്ലേ നീ ഖുർആനിന്റെ അവകാശിയായി മാറുകയുള്ളൂ. എവിടെയെങ്കിലും ഖുർആൻ കത്തിച്ചാൽ നമ്മൾ സമരത്തിനിറങ്ങും, ഇറങ്ങേണ്ടത് തന്നെയാണ്. ഖുർആനിനെ അവഹേളിച്ചാൽ നമ്മളെ പ്രതിഷേധമുയർത്തും, ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ ഖുർആനിനെ പിൻപറ്റുന്നതിൽ നമ്മൾ പിന്നിലായി പോയാൽ നമ്മുടെ അവകാശവാദങ്ങൾക്ക് എത്ര പ്രസക്തിയുണ്ട് സഹോദരാ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഖുർആനായി മാറണം, നമ്മൾ പ്രയോഗിക്കപ്പെടുന്ന ഖുർആനായി മാറണം. ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ സാഫഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു, ഒരന്യ പെണ്ണിനെയോ അല്ലാഹുവിന്റെ റസൂൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടില്ല. ഒരന്യ പെണ്ണിന്റെ കൈ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് മുസാഫഹ ചെയ്തിട്ടില്ല. ബൈഅത്തിന്റെ സമയത്ത് പോലും, ഉടമ്പടിയുടെ സമയത്ത് പോലും തട്ടിയിട്ടില്ല. ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും ജീവിതം എവിടെ? രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം സഹോദരാ, നിന്റെ ജീവിതം എവിടെ? ലോക നേതാവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എവിടെ? ഖുർആനിന്റെ സന്ദേശം എവിടെ? നീ വിചാരിച്ചു ചെറിയൊരു ഷെയ്ക്ക് ഹാൻഡ് ആണ്. ഇല്ല മോനെ, അതിലും ഒരുപാട് അബദ്ധമുണ്ട്, അപകടമുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് ഗുണമുള്ളതൊന്നും വിലക്കിയിട്ടില്ല, നിങ്ങൾക്ക് അപകടമുള്ളതൊന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഖുർആനുമായി നമ്മൾ അഭേദ്യമായ ബന്ധം വേണം. പ്രാക്ടിക്കലി ഖുർആൻ ആക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ജീവിതം ഉണ്ടാകണം. അപ്പോഴാണ് നാം ഖുർആനിന്റെ ആളുകളായി മാറുക. ഖുർആൻ നമ്മളിൽ അങ്ങ് ലയിച്ചു ചേരുന്ന അവസ്ഥ വരണം മോനെ. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം. ആ പാരായണം കൊണ്ട് നാം അനുഗ്രഹമെടുക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ ലയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫളിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. ഇന്ന
ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, അല്ലാഹു അവർക്ക് നൽകിയതിനെ ചെലവഴിക്കുന്നവർ, സിർറൻ വഅലാനിയതൻ, സ്വകാര്യമായും പരസ്യമായും, എന്നാൽ അവര് തിജാറതൻ ലൻ തബൂർ, വഞ്ചിക്കപ്പെടാത്ത ഏറ്റവും ലാഭകരമായ ഏറ്റവും മെച്ചമായ കച്ചവടത്തെ ലക്ഷ്യം വെച്ചവരാണ്. അവര് ലാഭകരമായ കച്ചവടം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് മോനെ, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ മോനെ. ഖുർആൻ പാരായണം ചെയ്യണം. പരിശുദ്ധമായ ഖുർആൻ നീ പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുന്ന ആളുകൾ, നമ്മൾ കണ്ടില്ലേ, ആകാശത്ത് നക്ഷത്രത്തെ കാണുന്നു. അതുപോലെ ആകാശത്ത് താമസിക്കുന്നവർ ഭൂമിയിൽ നക്ഷത്രത്തെ കാണുന്നുണ്ട്. ആ നക്ഷത്രം ഏതാണ്? ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളല്ല, ഇവിടുത്തെ റഡാർ സംവിധാനങ്ങളല്ല, ഇവിടുത്തെ എയർപോർട്ടിലെ ലൈറ്റ് സംവിധാനമല്ല, കടപ്പുറത്തെ ലൈറ്റ് ഹൗസ് അല്ല. ആകാശവാസികളായ ആളുകൾ, ആകാശവാസികളായ സൃഷ്ടികൾ ഭൂമിയിൽ കാണുന്ന നക്ഷത്രം ഏതാണ്? അത് ഖുർആൻ ഓതുന്ന ആളുകളാണ്. അവര് പ്രകാശത്തിന്റെ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് മോനെ, ഖുർആൻ ഓതണം. ആധുനികതയുടെ സംവിധാനത്തിൽ പണത്തിന് വേണ്ടി ആദർശം പണയം വെക്കുന്ന ധിക്കാരികളുടെ ലോകമല്ലയോ നമ്മൾ കാണുന്നത്? ലിബിയയിലെ ഗദ്ദാഫിയെ അഴുക്ക് ചാലിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ടിട്ട് വധിച്ചു കളയുന്നതിന്റെ ഹീനമായ ചിത്രങ്ങളാണ് കാണുന്നതെങ്കിൽ, ആ ലിബിയെ ഒരു മഹാനെ കണ്ടിട്ടുണ്ട്. ആ മഹാൻ ആരാണെന്നറിയുമോ? ഉമറുൽ മുഖ്താർ. ആ ഉമറുൽ മുഖ്താർ ആരാണ്? തൗഹീദിന്റെ പടവധ്വനി മുഴക്കിയിട്ട് സമരത്തിന്റെ അമരധ്വനിയിലൂടെ അള്ളാന്റെ മതത്തിനും മുസ്ലിമിനും വേണ്ടി നിലകൊണ്ടിട്ട് അവസാനം തൂക്കുമരത്തിന്റെ ചാരത്തെത്തുമ്പോ അവസാനത്തെ അഭിലാഷം എന്താ ഉമറേ എന്ന് ചോദിച്ചപ്പോ, ഉമർ ഇബ്നുൽ ഖത്താബ് പോലെ ധീരവിശ്വാസിയായി മാറിയ ഉമറുൽ മുഖ്താർ കീശയിൽ നിന്ന് മുസ്ഹഫ് എടുത്തിട്ട് ഓതുകയാണ്. അൽ ഹിവാറു മാ റബ്ബി, നൂൽക്കി സാഗർ നൂൽക്കി ജൽവാ നൂൽക്കി ജൽ കാജാ മദീന തുജേ സലാം. മദീനയുടെ മലർവനിയിലിരുന്ന മാലോകരമാടി വിളിച്ച് സദ്യയൂട്ടിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുതീർത്ഥത്തിൽ നിന്ന് സന്ദേശത്തെ ആവഹിച്ച ഉമറുൽ മുഖ്താർ കഴുകുമരത്തിന്റെ താഴെ നിൽക്കുമ്പോഴും കയ്യിലെടുത്തത് ഖുർആനാണ്. അവസാനമായി ഓതിയിട്ട് മടക്കിയത് ഖുർആനാണ്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന ആയത്തിന്റെ ശകലമാണ്. അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്ന ഖുർആൻ നെഞ്ചോട് ചേർത്ത മഹാനാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്തിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് അല്ലാഹുവിലേക്ക് പോയത്. ആരാണ്? ഉമറുൽ മുഖ്താർ. ആ ഉമറുൽ മുഖ്താറിന്റെ ഭൂമിയിൽ പോയി വലിയ പട്ടാളത്തെയും പാട്ടികളെയും അണ്ടർഗ്രൗണ്ട് കൊട്ടാരങ്ങളെയും സ്വർണ്ണ തോക്കുകളും ഒരുക്കി വെച്ച, ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ഒരുക്കി വെച്ച ഗദ്ദാഫി എവിടെ? ഉമറുൽ മുഖ്താർ എവിടെ? ഓക്കെ ഫർക്ക് ഹേ തേരാ. എവിടെ പോയി പഴയതും പുതിയതും? ആധുനികതയുടെ പടക്കുറപ്പുകൾ എവിടെ? ആത്മീയതയുടെ പടക്കുതിരകൾ എവിടെ? ആധ്യാത്മികതയുടെ മനസ്സുമായി മുന്നോട്ട് പോയവരെവിടെ? ആത്മീയതയെ പണയം വെച്ചിട്ട് ആധുനികതയിലേക്ക് തലവെച്ചു കൊടുത്ത ഭരണാധികാരികൾ എവിടെ?